ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നടപടിയെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയത് കണ്ടുകൊണ്ടാണ് അതിനോട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് താൻ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞെങ്കിലും കാര്യമായ മാറ്റങ്ങൾ കണ്ടില്ല എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. മാത്രമല്ല, ഗവർണർ തിരുത്താൻ തയ്യാറല്ല എന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഭാരതാംബ ചിത്രം ഇനിയും ഇത്തരം ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത്തരം ചടങ്ങുകളുമായി സർക്കാരിന് സഹകരിക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ വ്യക്തതയാർന്ന ഒരു നിലപാട് സർക്കാരിനുണ്ട് എന്നാണ് വി ശിവൻകുട്ടി ഈ അഭിമുഖത്തിൽ നമ്മളോട് പറഞ്ഞത്. ഏതായാലും മന്ത്രി പി പ്രസാദിന് തൊട്ടു പിന്നാലെ വി ശിവൻകുട്ടിയും ഭാരതാംബ ചിത്ര വിവാദത്തിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. പി പ്രസാദ് പരിപാടി തന്നെ മാറ്റുകയാണെങ്കിൽ വി ശിവൻകുട്ടിയെ പരിപാടിയിൽ പങ്കെടുത്ത് അതിൽ നിന്ന് വോക്കൌട്ട് നടത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണെന്നും ഭരണഘടനാനുസൃതമല്ലാത്ത ഭരണഘടന അതിന്റെ നട്ടെല്ലാണെന്നും അതിനപ്പുറമുള്ള ഒരു രാഷ്ട്ര സങ്കല്പത്തെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്ന് വിശദീകരിക്കുകയായിരുന്നു ഈ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിമുഖ പരിപാടിയിൽ വി ശിവൻകുട്ടി ചെയ്തത്. രാജ്ഭവൻ ഇക്കാര്യത്തിൽ ഒരു തിരുത്തലിനും തയ്യാറല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ദേശീയത, രാജ്യസ്നേഹം എന്നിവയിൽ പിന്നോട്ടില്ല എന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി തൊഴുന്ന ഗവർണറുടെ ചിത്രം രാജ്ഭവൻ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, വീണ്ടും ഒരു ഭാരതാംബ ചിത്ര വിവാദം. ഇക്കുറി കുറച്ചുകൂടി കനത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹം ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തു വന്നു. ഇറങ്ങുന്നതിനിടയിൽ അദ്ദേഹം നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ നമുക്ക് തന്ന അഭിമുഖത്തിലും അദ്ദേഹം അത് ആവർത്തിച്ചു. മാത്രമല്ല, ഈ നിലപാടുമായി രാജ്ഭവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഔദ്യോഗിക പരിപാടികളിൽ സർക്കാരിന് സഹകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ വിവാദം കൂടുതൽ രൂക്ഷമാകുമോ? സർക്കാർ രാജ്ഭവൻ ബന്ധത്തെ ഇത് ഉലയ്ക്കുമോ? ഉറപ്പായിട്ടും. കാരണം ഈ പോര് കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വിവാദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ചോദ്യം. നമുക്കറിയാം, കഴിഞ്ഞ 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന് ഭാരതാംബ ചിത്ര വിവാദത്തെ ചൊല്ലിയ പരിപാടി തന്നെ മാറ്റേണ്ടി വന്നത്. ഇതും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടി. ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നത് താൻ കണ്ടു എന്നുള്ളത് മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപും പ്രതികരിച്ചു. അത് സർക്കാരിന്റെ നയപരമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി. RSS ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രത്തിന് മുൻപിൽ വണങ്ങാനും കുമ്പിട്ട് നിൽക്കാനും സർക്കാരിനോ മന്ത്രിമാർക്കോ കഴിയില്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞതുമാണ്. മാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വിവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, രാജ്ഭവനെ RSSന്റെ ശാഖയാക്കാൻ അനുവദിക്കില്ല. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നുവെന്ന് രാജ്ഭവൻ ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല. ഇന്ന് ഈ പരിപാടി നടന്നതിന് ശേഷം വളരെ രൂക്ഷമായ ഭാഷയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വിമർശിച്ചാണ് രാജ്ഭവന്റെ ഔദ്യോഗിക വിശദീകരണക്കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ഈ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് പ്രോട്ടോകോൾ ലംഘനമാണ്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെയും ഗവർണറെയും ഗവർണറുടെ ഓഫീസിനെയും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെയും അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിൽ, അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പാലിക്കേണ്ട പ്രോട്ടോകോൾ പാലിച്ചില്ല. അങ്ങനെ ഒരാൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോളുകളെ കുറിച്ച് ധാരണയുള്ള ആളാണ് മന്ത്രി. എന്നാൽ അപമാനിക്കും വിധം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഉണ്ടായിട്ടും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് മാതൃകയാക്കാൻ പാടില്ലാത്ത തരത്തിലേക്കുള്ള ചില കീഴ്വഴക്കങ്ങൾ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള അതിരൂക്ഷ വിമർശനം രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇത് വരും ദിവസങ്ങളിലും വലിയ പോരിലേക്ക് പോകും. ഏതെങ്കിലും തരത്തിൽ സർക്കാർ നിലപാട് പിന്നോട്ടില്ല എന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ രാജ്ഭവനും സമാനമായി ഭാരതാംബയെ തഴഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിനും ഒരു കോംപ്രമൈസിനുമില്ല എന്ന ഗവർണറും വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി നേരത്തെ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് കണ്ടതുപോലെ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഏറ്റവും വലിയ ചോദ്യം. അനുനയ നീക്കമുണ്ടെങ്കിൽ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളതും വരും ദിവസങ്ങളിലെ ആകാംക്ഷയാണ്. GK ഷഫീദ്, ഇത് ഇപ്പോൾ കേവലം ഒരു ഗവർണർ സർക്കാർ തർക്കം അല്ലെങ്കിൽ അതിലെ അവ്യക്തത, അസ്വസ്ഥത എന്നതിനൊക്കെ അപ്പുറത്ത് ഇതിന് ഈ നിലമ്പൂരിലെ പോളിംഗ് ദിനത്തിൽ വീണ്ടും ഈ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ അതിന് മറ്റു ചില രാഷ്ട്രീയ പ്രസക്തി കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് CPM RSS ബന്ധം എന്ന ആരോപണം വലിയൊരു ചർച്ചാ വിഷയമായി ഈ പോളിംഗ് ദിനത്തിലും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ആ കാര്യങ്ങളിൽ പരാമർശങ്ങൾ നടത്തി. KC വേണുഗോപാൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതിന് മുഹമ്മദ് റിയാസ് മറുപടി നൽകി. അങ്ങനെ CPM RSS ബന്ധം സംബന്ധിച്ച കാര്യങ്ങളിൽ, അത്തരം ആരോപണം സംബന്ധിച്ച കാര്യങ്ങളിൽ വലിയ വാക്പോര് നടന്ന ദിവസം കൂടിയാണിന്ന്. അതേ ദിവസമാണ് രാജ്ഭവനിലെ ഗവർണറുടെ RSS അജണ്ട നടപ്പാക്കൽ എന്ന ആരോപണവുമായി ഒരു മന്ത്രി രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങുന്നത്. ഇത് CPMന് ഒരു പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ, അതല്ലെങ്കിൽ
വ്യക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുന്നതിന് സഹായകരമാകുമോ? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് ഈ നിലമ്പൂർ പോളിംഗിന്റെ പശ്ചാത്തലത്തിലാണ്. ജിക്ക് ഉറപ്പായിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവുകയും RSSന്റെ അല്ലെങ്കിൽ RSS വൽക്കരണം, RSSന്റെ കാവ്യവൽക്കരണത്തിനെതിരെ ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നു എന്നുള്ളൊരു സന്ദേശം അത് പുറത്തേക്ക് കൊടുക്കുക കൂടി CPM ലക്ഷ്യം വെക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. RSS കൂട്ടുകെട്ട് വിവാദത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അത് CPMന് വലിയ തലവേദനയായി മാറുകയും പിന്നാലെ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യാതെ വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നലെ ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഏറിയ പങ്കും പതിവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത്രയും RSS CPM ബാന്ധവത്തിൻ്റെ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണത്തിനെ എങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാജ്ഭവനിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് മന്ത്രി ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവമാണ്. CPMനെ സംബന്ധിച്ച് ആ വിധത്തിലൊരു രാഷ്ട്രീയ സന്ദേശം ഇതിനോടകം തന്നെ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ GK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിലെ പ്രതിപക്ഷത്തിൻ്റെ വിമർശനവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം VD സതീശൻ ഇന്ന് പറഞ്ഞത് സർക്കാർ പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഗവർണർക്ക് അത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ അങ്ങനെ പറയുന്നില്ല എന്നുള്ളത് തന്നെ പലതരത്തിലുള്ള അർത്ഥങ്ങൾക്കും ധ്വനികൾക്കും കാരണമാകുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് വരും കാലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സ്വാഭാവികമായും ഈ RSS കൂട്ടുകെട്ട് പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാദങ്ങളൊക്കെ ഇതിനോടകം തന്നെ പ്രതിപക്ഷം രാഷ്ട്രീയ വിഷയമാക്കുന്നത് പോലെ വരും ദിവസങ്ങളിലും രാഷ്ട്രീയ വിഷയമാക്കും. അതിനെ പ്രതിരോധിക്കുക CPMനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഒരു വലിയ ബാധ്യതയാണ്. ആ ബാധ്യത അത് ഇത്തരം ചില കാര്യങ്ങളിൽ തങ്ങൾ RSS വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം ശക്തമായി ഉയർത്തേണ്ടത് CPMന്റെ ആവശ്യം കൂടിയാണ്. GK. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അല്പം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നമ്മളുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ നിലപാടിൽ മാറ്റമില്ല, താൻ ചെയ്ത ഒരു കാര്യത്തിലും ശരികേടുണ്ട് എന്ന് തോന്നുന്നില്ല, വ്യക്തമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് താൻ രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി വിശദീകരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നേരത്തെ നൽകിയ അഭിമുഖത്തിൽ.